അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധമായ മുഹറം മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവിലാണ് നമ്മളുള്ളത് അല്ലേ. ഒരുപാട് പ്രയാസങ്ങളിലൂടെ സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ഒരു രാവിൻ്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവർക്കും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുറഞ്ഞ നേരത്തിൽ വളരെ പ്രാധാന്യമുള്ള ചില അദ്കാറുകൾ ചൊല്ലിയിട്ട് മനസ്സറിഞ്ഞ് നമുക്ക് ദ്വാരക്കണം. പ്രത്യേകിച്ച് വയനാട്ടിലുള്ള നമ്മുടെ സഹോദരങ്ങൾ, അവരുടെ കൽബിങ്ങനെ തേങ്ങാണ്. യാ റബ്ബന, ഓരോ ദിവസവും അവരെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ മനസ്സ് വിങ്ങാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവർക്കും സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ പല വീടുകളിലും വെള്ളത്തിലായി പോയിട്ടുണ്ട്. മഴക്കെടുതിയിൽ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. യാ റബ്ബന, എല്ലാവർക്കും നിൻ്റെ പ്രത്യേകമായ കാവൽ നൽകണേ അല്ലാ. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, നമ്മൾ മുഹറം മാസം എന്ന് പറഞ്ഞാൽ കാവലിൻ്റെ മാസമാണ്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ മത്സ്യത്തിനകത്ത് നിന്ന് ആഴക്കടലിൽ നിന്ന് അള്ളാഹു രക്ഷിച്ച മനോഹരമായൊരു മാസമാണ്. അപ്പോൾ നമുക്ക് ആ ദിക്ർ കൊണ്ട് തന്നെ തുടങ്ങാം. 40 തവണ ലാ ഇലാഹ ഇല്ലാ അൻത എന്ന ദിക്ർ ചൊല്ലിയിട്ട് നമ്മൾ അനുഭവിക്കണ എത്ര വലിയ പ്രയാസമാണെങ്കിലും എത്ര വലിയ കടലിൻ്റെ അടിയിലാണ് നമ്മളെങ്കിലും അള്ളാഹു നമ്മളെ കൈപിടിക്കും എന്നുള്ളത് ഉറപ്പല്ലേ. പടച്ചവൻ കാരുണ്യവാനല്ലേ. മനസ്സറിഞ്ഞുകൊണ്ട് ആദ്യം തന്നെ ആ അദ്കാർ നമുക്കൊന്ന് ചൊല്ലാം. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين.
ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. യാ റബ്ബനാ, ഞങ്ങൾ ഒരുപാട് പ്രയാസത്തിലാണ് റബ്ബേ. എല്ലാ ഖൈറും ശർറും നിന്നിൽ നിന്നാണല്ലോ അല്ലാ. ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ ദിക്ർ നിമിത്തമാണല്ലോ യൂനുസ് നബി അലൈഹിസ്സലാമിനെ നീ രക്ഷപ്പെടുത്തിയത്. ഞങ്ങളെയും രക്ഷപ്പെടുത്തണേ അല്ലാ. നീ ഞങ്ങളെ കൈ പിടിക്കണേ അല്ലാ. കൈവെടിയല്ലേ അല്ലാ. പോകാനൊരിടമില്ല അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ചൊല്ലിയ ഈ ദിക്റുകളുടെ ബറക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാ. നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നമുക്ക് ഇൻഷാ അല്ലാ നമ്മുടെ പ്രിയപ്പെട്ട വയനാട്ടിലെ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കണം. കഴിവതും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവരെ സഹായിക്കണം. നമ്മുടെ കുടുംബാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? അല്ലാഹു റബ്ബുൽ ആലമീൻ അതിനൊക്കെ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അവരുടെ പ്രയാസങ്ങളിൽ അവരോടൊപ്പം താങ്ങായി തണലായി നിൽക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമുക്ക് എല്ലാ മേഖലകളിലും കാവൽ ലഭിക്കുന്ന അതിമനോഹരമായ 4 ആയത്തുകളെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിരുന്നു. സൂറത്തുൽ ഹശ്റിലെ അവസാനത്തെ 4 ആയത്തുകൾ നമുക്കത് ആദ്യം അതൊന്ന് ഓതിയിട്ട് വരാം. ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون. هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم. هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. അല്ലാഹു റബ്ബുൽ ആലമീൻ കബൂൽ ചെയ്യുമാറാകട്ടെ. അക്കൂട്ടത്തിൽ നമ്മൾ ചേർത്തോതേണ്ട 2 ആയത്തുകളാണ് സൂറത്ത് തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവും കൂടാകുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്ത് കൊണ്ട് മുഖരിതമാക്കേണ്ട രാവാണല്ലോ ഇത്. മുത്തുനബിയുടെ മദ്ഹാണ് ഈ ആയത്തിലുള്ളത്. ഈ ആയത്തുകൾ പതിവാക്കുന്നവർക്ക് എല്ലാ അപകടങ്ങളിൽ നിന്നും അല്ലാഹു കാവൽ നൽകുമത്രേ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു കാവൽ നൽകുമെന്ന് ഉറപ്പല്ലേ? മനസ്സറിഞ്ഞുകൊണ്ട് നമുക്ക് ഈ ആയത്തുകൾ കുറച്ച് തവണ, ഒരു 7 തവണ നമുക്ക് നോദാം. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو
عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم يا رബ്ബനാ നീ സ്വീകരിക്കണേ അല്ലാഹ് ഈ ആയത്തുകളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകളിൽ നിന്ന് നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാഹ് എന്തും ചോദിച്ചോളൂ അസ്മാഉൽ ഹുസ്ന കൊണ്ട് നിങ്ങൾ എന്തും ചോദിക്കുവീനെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ പഠിപ്പിച്ചതല്ലേ അസ്മാഉൽ ഹുസ്ന നമുക്കൊന്ന് ചൊല്ലാം അല്ലാഹുവിന്റെ വിശിഷ്ടമായ 99 നാമങ്ങൾ എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടുന്ന അതിമനോഹരമായ നാമങ്ങളാണ് നമുക്കൊന്ന് അസ്മാഉൽ ഹുസ്ന മുൻനിർത്തി കാരുണ്യവാനായ റബ്ബിനോട് നമുക്കൊന്ന് ചോദിക്കാം അല്ലാഹു തൗഫീഖ് നൽകട്ടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരുമിച്ച് സ്ക്രീനിൽ നോക്കി നമുക്കൊന്ന് ചൊല്ലാം യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ ഖുദ്ദൂസു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابض يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله
يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا ضار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാ. ഇനി ഹബീബായ തങ്ങളുടെ മദ്ഹ്, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവാൻ ഹബീബായ തങ്ങളുടെ മദ്ഹ് മനസ്സറിഞ്ഞ് നമ്മൾ ചൊല്ലിയാൽ അവിടുത്തെ സ്വലാത്താണ് നമ്മുടെ ദാരിദ്ര്യം നീങ്ങും, നമുക്ക് സ്വസ്ഥത ലഭിക്കും, ടെൻഷൻ ഇല്ലാതാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതല്ലേ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രത്യേകിച്ച് 6 മണിക്ക് എല്ലാ ദിവസവും നടക്കുന്ന സബാഹുൽ ഖൈറിലൂടെ ജീവിതം മാറിമറിഞ്ഞ ധാരാളം ആളുകളുണ്ട്. അൽഹംദുലില്ലാ, വയനാട്ടിൽ നിന്ന് പോലും അത് കണ്ട് സന്തോഷം പറഞ്ഞ ഒരുപാട് ആളുകൾ. അള്ളാഹു എല്ലാവർക്കും സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. കൃത്യം 6 മണിക്ക് എല്ലാവരും സബാഹുൽ ഖൈറിൽ രാവിലെ പങ്കെടുക്കുക. നമ്മുടെ ജീവിതമൊക്കെ മാറി മറിയണമെന്നേ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മുത്തുനബി തങ്ങളുടെ മദ്ഹ് അല്പം നമുക്ക് ചൊല്ലാം. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. يا أكرم الخلق ما لمن ألوذ به سواك عند حلول الحديث العميم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولن يضيق رسول الله جاهك بي إذا الكريم تحالى باسم منتقم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن بجودك دنيا وضرتها
من علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا نفس لا تقنطي من زلة عظمت إن الكبائر في الغفران كالأمام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. لعل رحمة ربي حين يقسمها تأتي على حسب العصيان في القسم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم. جل مولاي صل وسلم على حبيبك خير الخلق كلهم. والتف بعبدك في دارين إن له صبرا متى تدعو الأهوال ينهزم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. وأذن لصحبي صلاة منك دائمة على النبي بمنهل ومنسجم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. والآل والصحب ثم التابعين لهم أهل التقى والنقى والحلم والكرم. جل مولاي على حبيبك خير الخلق كلهم. ما رنحت عذبت الباني ريح صبا وأطرب العيسى حد العيسي بالنعم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم. مولاي صل وسلم دائما أبدا على حبيبي.
سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അൽഹംദുലില്ലാ, അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മൾ ഒരുപാട് മുറാദുകൾ നമ്മുടെ മനസ്സിലുണ്ട്. ഈ പരിശുദ്ധമായ മുഹറം മാസം നമ്മിൽ നിന്ന് കടന്നു പോകുന്ന നിമിഷങ്ങളാണ് മുമ്പിലുള്ളത്. വിശുദ്ധമായ മുഹറം മാസത്തിൽ അവസാനത്തെ വെള്ളിയാഴ്ച രാവിലുമാണ് നമ്മളുള്ളത്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്കൊക്കെ സമാധാനം നൽകട്ടെ. പ്രത്യേകിച്ച് വയനാട്ടിൽ നമ്മുടെ സഹോദരങ്ങളെ ഓർക്കണം. അല്ലാഹു റബ്ബുൽ ആലമീൻ അവർക്കൊക്കെ സന്തോഷവും അതുപോലെ തന്നെ ക്ഷമിക്കാനുള്ള മനസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനസ്സറിഞ്ഞുകൊണ്ട് എല്ലാവരും ആമീൻ പറയാം. അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർറഹീമായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ റഹ്മാനെ. പരിശുദ്ധമായ മുഹറം മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാണല്ലോ അല്ലാഹ്. ഈ രാവിൽ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ, അദ്കാറുകൾ, തഹ്ലീലുകൾ നിന്റെ ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. ഖായിബാക്കല്ലേ അല്ലാഹ്. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാഹ്. നിന്റെ നരകത്തിലെ വിറക് കഷ്ണങ്ങളാണ് അല്ലാഹ്. തഴയല്ലേ അല്ലാഹ്. കൈ പിടിക്കണേ അല്ലാഹ്. കൈവെടിയല്ലേ അല്ലാഹ്. യാ റബ്ബനാ യാ റബ്ബനാ. പടച്ചവനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട വയനാട്ടിലുള്ള സഹോദരങ്ങൾ വല്ലാത്ത പ്രയാസങ്ങളിലാണ് റബ്ബേ. അവരുടെ കുടുംബാദികളിൽ പലരും ഇന്ന് ഖബറിലാണല്ലാ. സമാധാനത്തോടെ കിടന്നുറങ്ങിയവരാ. രാവിലെ എഴുന്നേൽക്കുമ്പോ സ്വപ്നങ്ങളെല്ലാം അസ്തമിച്ചിട്ടുണ്ട്. അവർക്കെങ്ങനെ താങ്ങാൻ കഴിയും റബ്ബേ? നീ തന്നെ അവർക്കുള്ള സമാധാനം നൽകണേ അല്ലാ. ഖൽബിന് ബലം നൽകണേ അല്ലാ. ക്ഷമ നൽകണേ അല്ലാ. നീ ചേർത്തു പിടിക്കണേ അല്ലാ. നീ ചേർത്തു പിടിക്കണേ അല്ലാ. മുഖല്ലിബുൽ ഖുലൂബായ തമ്പുരാനേ, ഹൃദയങ്ങളെ മാറ്റി മറിക്കുന്നവനായ അല്ലാഹ്, അവർക്ക് ക്ഷമിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാഹ്. പലരുടെയും വീടുകൾ വെള്ളത്തിലാണ് റബ്ബേ. പല സ്ഥലങ്ങളിൽ നിന്നും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ലാ ഇലാഹ ഇല്ലാ അൻത എന്ന ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് കാവലേകണേ അല്ലാഹ്. നീ കാവലേകണേ അല്ലാഹ്. എത്ര രോഗികളാണ് പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്. മാരക രോഗങ്ങളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാഹ്. അസുഖബാധിതർക്ക് ശിഫ നൽകണേ അല്ലാഹ്. ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ആയവരുണ്ട്. നീ പരിപൂർണ്ണ സൗഖ്യം നൽകണേ അല്ലാ. നീ പരിപൂർണ്ണ സൗഖ്യം നൽകണേ അല്ലാ. യാ റബ്ബനാ യാ റബ്ബനാ. ഞങ്ങളിൽ മാതാപിതാക്കളെ രോഗികളായുള്ളവരുണ്ട്. മറ്റു പലരും മാനസികവും ശാരീരികവുമായി കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാവർക്കും ആജിലായ ശമനം നൽകണേ അല്ലാ. ഖൽബ് നന്നാക്കണേ അല്ലാ. പടച്ചവനെ, നിന്റെ നൂറായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബ്ബത്തുള്ള ഖൽബ് നീ നൽകണേ അല്ലാ. അവിടുത്തോട് മഹബ്ബത്തുള്ള ഖൽബ് നീ നൽകണേ അല്ലാ. അവിടുത്തോടുള്ള മഹബ്ബത്ത് നൽകണേ അല്ലാ. റഹ്മുർ റഹീമായ റബ്ബേ,
ഒരുപാട് സങ്കടങ്ങൾ ഞങ്ങളുടെ മനസ്സുകളിലുണ്ട്. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നവർ ധാരാളമുണ്ട്. എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ, സങ്കടങ്ങൾ അകറ്റണേ അല്ലാ, കണ്ണുനീർ തുടയ്ക്കണേ അല്ലാ. വീടില്ല എന്ന സങ്കടം പറഞ്ഞവർ ഖൈറായ ഭവനം നീ എളുപ്പമാക്കണേ അല്ലാ. മക്കളില്ലെന്ന് പറഞ്ഞവരുണ്ട്. പടച്ചവനെ സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കളെ നന്നാക്കണേ അല്ലാ. ശോഭനമായ ഭാവി നൽകണേ അല്ലാ. അതവുള്ള മക്കളാക്കണേ അല്ലാ. മാതാപിതാക്കളുടെ പൊരുത്തമുള്ള മക്കളാക്കണേ അല്ലാ. അവരുടെ പഠനങ്ങളിൽ പുരോഗതി നൽകണേ അല്ലാ. പടച്ചവനെ ഇസ്സത്ത് നൽകണേ അല്ലാ. മക്കൾ കാരണം നാണക്കേടിലാകുന്ന അവസ്ഥയിൽ നിന്ന് കാവലേകണേ അല്ലാ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നൽകണേ അല്ലാ. ഇണകളെ നന്നാക്കണേ അല്ലാ. പരസ്പര സ്നേഹം നൽകണേ അല്ലാ. ഐക്യം നൽകണേ അല്ലാ. എല്ലാവിധ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഞങ്ങളെയും സന്താനങ്ങളെയും വിജയിപ്പിക്കണേ അല്ലാ. ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. പ്രിയപ്പെട്ട പ്രവാസി സഹോദരങ്ങളുണ്ട്, ഖൈർ നൽകണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. തടസ്സങ്ങൾ മുൻപിലുള്ളവർ, അതുപോലെ തന്നെ എല്ലാ പ്രയാസങ്ങളും തരണം ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ, യാ റബ്ബന തടസ്സങ്ങളെല്ലാം നീക്കിക്കൊടുക്കണേ അല്ലാ. പടച്ചവനെ ലൈസൻസിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, പാസ്പോർട്ടിന് വേണ്ടി, വിസക്ക് വേണ്ടി, ഇഖാമക്ക് വേണ്ടി, എല്ലാം നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. ഏത് തടസ്സമാണോ മുമ്പിലുള്ളത് തടസ്സങ്ങളെല്ലാം നീക്കണേ അല്ലാ. സിഹറുകൾ, ഐനുകൾ ബാത്തിലാക്കണേ അല്ലാ. കണ്ണേറുകൾ ബാത്തിലാക്കണേ അല്ലാ. കണ്ണേറുകൊണ്ട് ധാരാളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ സിഹർ കൊണ്ട് ജീവിതം തന്നെ തകർന്നു പോയെന്ന് പറഞ്ഞവരുണ്ട്. യാ റബ്ബന എല്ലാ ശർറുകളും ബാത്തിലാക്കണേ അല്ലാ. പൈശാചികതയിൽ നിന്ന് കാവലേകണേ അല്ലാ. അർഹമുർ റഹീമായ കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, കടങ്ങൾ നീ ഏറ്റെടുക്കണേ അല്ലാ. കടക്കാരനായി മരിപ്പിക്കല്ലേ അല്ലാ. ജനമധ്യത്തിൽ നാണം കെടുത്തപ്പെടുന്ന അവസ്ഥ നൽകല്ലേ അല്ലാ. നിന്റെ ഖജനാവ് വിശാലമാണല്ലോ അല്ലാ. നീ ഞങ്ങൾക്ക് നൽകിയാൽ നിനക്കൊന്നും കുറഞ്ഞു പോകില്ലല്ലോ അല്ലാ. നീ ഞങ്ങളുടെ കടബാധ്യതകൾ ഏറ്റെടുക്കണേ അല്ലാ. കടബാധ്യതകൾ ഏറ്റെടുക്കണേ അല്ലാ. യാ റബ്ബന, യാ റബ്ബന. പടച്ചവനെ കൈവെടിയല്ലേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ഭവനങ്ങൾ സമാധാനത്തിന്റെ കേന്ദ്രങ്ങളാക്കണേ അല്ലാ. സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും കേന്ദ്രങ്ങളാക്കണേ അല്ലാ. പടച്ചവനെ പകർച്ചവ്യാധികളിൽ നിന്ന് കാക്കണേ അല്ലാ. മഴക്കെടുതികളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ. ഖൈറായ മഴ നൽകണേ അല്ലാ. പടച്ചവനെ നിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് പടച്ചവനെ താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ നൽകല്ലേ അല്ലാ. ഞങ്ങൾക്ക് ഈമാനികമായ ബലം കുറവാണല്ലാ. ഈമാനിന് ബലം നൽകണേ ചമ്പുരാനേ. ക്ഷമ നൽകണേ അല്ലാ. ഇസ്സത്ത് നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ പലരും ഖബറുകളിലാണ്. എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. പ്രിയപ്പെട്ട ഫലസ്തീനിലെ സഹോദരങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ അല്ലാ. ഖുദ്സിന്റെ വിമോചകർക്ക് കാവൽ നൽകണേ അല്ലാ. കാവലേകണേ അല്ലാ. നീ കാവലേകണേ അല്ലാ. യാ റബ്ബന, യാ റബ്ബന, യാ റബ്ബന. എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല റബ്ബേ. ഈമാൻ സലാമത്താക്കണേ അല്ലാ. പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ കുഞ്ഞുമക്കളെ യതീമുകളാക്കല്ലേ അല്ലാ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ പൊന്നുമക്കളുടെ ജനാസ കാണേണ്ട ദുരവസ്ഥ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വഅത്തിലായി നൽകണേ അല്ലാ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. മരിക്കുന്നതിന് മുൻപ് പുണ്യഭൂമിയിൽ വന്ന് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ അവസാനം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൺകുളിർമയോടെ കാണാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. പടച്ചവനെ നാളെ മഹ്ശറിൽ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുമ്പോൾ ആരാരും തുണയില്ലാത്ത സമയത്ത് സർവരേ ആലം സർക്കാരെ ദോ ആലം നൂറേ മുജസ്സം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാവലേകണേ അല്ലാ. മദദ് നൽകണേ അല്ലാ. നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ വിവാഹപ്രായമെത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. അങ്ങനെ തുടങ്ങി ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ധാരാളം ആളുകൾ അല്ലാ അല്ലാ സദസ്സുകളിലേക്ക് ഹദിയ ചെയ്തുകൊണ്ട് ദുആ വസിയ്യത്ത് ചെയ്യുന്നവർ എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ നീ പൂർത്തീകരിക്കണേ
അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ ഖായിബാക്കല്ലേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.